രാഹുൽ മാങ്കൂട്ടത്തിലിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയതിലൂടെ കോൺഗ്രസ് ലക്ഷ്യമിടുന്നത് അദ്ദേഹത്തിന്റെ ശക്തമായ തിരിച്ചുവരവ് തന്നെയാണ്. കഴമ്പില്ലാത്ത ആരോപണങ്ങൾക്കും തട്ടിപ്പ് സംഘത്തിന്റെ വഞ്ചനകൾക്കും കൂട്ടുനിന്ന കോൺഗ്രസ് നേതാക്കൾ ഉണ്ടെങ്കിലും അവരെ വളരെ നന്നായി തന്നെ കോൺഗ്രസ് പ്രവർത്തകർ മനസ്സിലാക്കി കഴിഞ്ഞു. എന്നാൽ KPCC വളരെ വ്യക്തമായ തീരുമാനമാണ് ഇതിലെടുത്തിരിക്കുന്നത്. അതായത് ഇപ്പോൾ മാങ്കൂട്ടം MLA-ക്കെതിരെ വന്നിരിക്കുന്നത് അതിശക്തമായ ആരോപണമാണ്. ആരോപണം മാത്രമാണ്. ഒരു പരാതിയോ കേസോ അദ്ദേഹത്തിൻ്റെ പേരിലില്ല. പക്ഷെ പ്രധാനമായി പുറത്തു വന്ന വാട്സാപ്പ് ചാറ്റിലും ഓഡിയോ ചാറ്റുകളിലും മാങ്കൂട്ടത്തിനെതിരാണ്. പക്ഷെ അത് ഞാനല്ല എന്നും എനിക്ക് ബന്ധമില്ല എന്നും പറയാൻ കഴിയാതെ മാങ്കൂട്ടം പ്രതിരോധത്തിലായി. അത് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടം തെറ്റു ചെയ്തു എന്ന് ഈ സമൂഹം വിശ്വസിച്ചത്. രാഹുൽ മാങ്കൂട്ടം ഞാൻ നിയമപരമായി ഇതിനെ നേരിടുമെന്നും എൻ്റെ കൈ ശുദ്ധമാണെന്നും പറഞ്ഞിട്ടുമില്ല. ഇതൊക്കെ എതിരാളികൾക്ക് അവസരമാകുകയും കൂടാതെ കോൺഗ്രസിലെ തന്നെ ചെന്നിത്തലയുടെയും സതീശൻ്റെയും പിന്തുണയും എതിരാളികൾക്ക് കിട്ടിയതോടെ കാര്യങ്ങൾ രാഹുലിനെതിരായി. അതോടെ രാഹുൽ മാങ്കൂട്ടം പുറത്തുപോയി. അതുമാത്രമേ KPCC-ക്കും കഴിയുമായിരുന്നുള്ളൂ. എന്നാൽ KPCC പൂർണ്ണമായും മാങ്കൂട്ടത്തോടൊപ്പം തന്നെയായിരുന്നു എന്നാണ് വ്യക്തമാകുന്നത്. രാഹുലിനെതിരെ ഉയർന്ന ആക്ഷേപം ഗൗരവത്തിൽ കാണുന്നുവെന്നും പരാതിക്കും കേസിനും കാത്തുനിൽക്കാതെ രാഹുൽ പാർട്ടി ഭാരവാഹിത്വം രാജിവെച്ച് മാതൃക കാണിച്ചു എന്നാണ് KPCC പറഞ്ഞിരിക്കുന്നത്. ഇതുവരെയും പാർട്ടിക്ക് പരാതി ലഭിച്ചിട്ടില്ല, കേസ് പോലും രജിസ്റ്റർ ചെയ്തിട്ടില്ല. MLA സ്ഥാനം രാജിവെക്കണം എന്ന ആവശ്യത്തിൽ അതുകൊണ്ട് തന്നെ യാതൊരു ധാർമ്മികതയുമില്ല എന്നാണ് KPCC അധ്യക്ഷൻ അറിയിച്ചത്. അങ്ങനെ ഒരു പാരമ്പര്യം കേരള രാഷ്ട്രീയത്തിലേ ഇല്ല. FIR-ഉം ചാർജ് ഷീറ്റും ഉണ്ടായിട്ടും പലരും രാജിവെച്ചിട്ടില്ല ഈ കേരളത്തിൽ. പിന്നെ രാഹുലിൻ്റെ രാജിക്ക് വേണ്ടി എന്തിനു മുറവിളി കൂട്ടുന്നു എന്നാണ് KPCC-യുടെ അഭിപ്രായം. ഈ കാര്യത്തിൽ KPCC ഉറച്ചു നിന്നു. വർക്കിംഗ് പ്രസിഡന്റുമാരായ ഷാഫിയും വിഷ്ണുനാഥും AP അനിൽകുമാറും രാഹുൽ രാജിവെക്കണ്ട എന്ന നിലപാട് കർശനമായി എടുത്തു. ഒപ്പം തന്നെ UDF കൺവീനർ അടൂർ പ്രകാശും രാഹുലിനൊപ്പം നിന്നു. വെറും ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ രാജിവെക്കണ്ട എന്ന് അവർ ഉറച്ചു നിന്നതോടെ രാജിയില്ല എന്നുള്ള തീരുമാനത്തിലേക്ക് കോൺഗ്രസ് എത്തി. അത് MLA സ്ഥാനത്ത് തന്നെ രാഹുൽ മാങ്കൂട്ടം ശക്തമായി തുടരുമെന്നും രാജിയില്ല എന്നും KPCC പറയുകയായിരുന്നു. പാർട്ടിക്കുള്ളിലെ ചില നേതാക്കൾക്ക് തിരിച്ചടിയായെങ്കിലും പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്ത നടപടി അത് KPCC-യുടെ തന്നെ തീരുമാനമായിരുന്നു. അതോടെ കേരളത്തിലെ മറ്റൊരു പാർട്ടിക്കും അവകാശപ്പെടാൻ കഴിയാത്ത നിലവാരത്തിലേക്കും നിലപാടിലേക്കും കോൺഗ്രസ് ഉയർന്നു കഴിഞ്ഞു. ഇനിയുള്ള ദിവസം മാങ്കൂട്ടം MLA-ക്ക് വിട്ടു നൽകുകയാണ്. ആക്രമിക്കാൻ വന്ന ചാനലുകാരും അവർ പറയുന്ന പോലെ കുരച്ചുകൊണ്ടിരുന്നവരും എത്രത്തോളം പോകുമെന്ന് നോക്കണം. പരാതി ഇതുവരെ ആരും കൊടുത്തിട്ടില്ല. അപ്പോഴും അവർക്ക് വേണ്ടി പരാതി നൽകുന്നത് സാമൂഹ്യ പ്രവർത്തകർ എന്ന പേരിൽ CPM ഒക്കെ തീറ്റിപ്പോറ്റുന്ന ചില ആളുകളാണ്. ഇതെല്ലാം വലിയ ആസൂത്രണമാണെന്ന് മരമുറി ചാനലും CPM BJP കൂട്ടുകെട്ടും ചേർന്നുണ്ടാക്കിയതാണെന്നും വളരെ വ്യക്തമാണ്. ഈ കഥകൾ ഒരു നനഞ്ഞ പടക്കം പോലെ ആർക്കും വേണ്ടാതെയാകും ഒരു ദിവസം. ആ ദിവസം രാഹുൽ മാങ്കൂട്ടം തന്നെ തൻ്റെ കഴിവിൽ കേരളത്തിൻ്റെ സിംഹഗർജനമായി മാറുമെന്ന് KPCC-ക്ക് നല്ല ബോധ്യമുണ്ട്. അന്ന് നന്നായി KPCC-ക്ക് അറിയാം. സരിത കേസിൽ ബലിയാടാക്കപ്പെട്ടവർ ഇന്ന് ഏറ്റവും സ്വാധീനമുള്ള ജനപ്രിയരായ നേതാക്കന്മാർ ആയതുപോലെ 35 ദിവസം ജയിലിൽ കിടന്ന വിൻസെന്റ് MLA വീണ്ടും ഭൂരിപക്ഷം വർദ്ധിപ്പിച്ച് വിജയിച്ചതുപോലെ രാഹുൽ മാങ്കൂട്ടവും കാത്തിരിക്കുക. അതാണ് KPCC-യുടെ നിലപാട്. രാഹുലിന് അടുത്ത തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ സീറ്റ് നൽകുമെന്നും പറയാൻ കഴിയില്ല. എങ്കിലും അടുത്ത തെരഞ്ഞെടുപ്പാകുമ്പോഴേക്കും 6 മാസം കഴിഞ്ഞ് അടുത്ത ദിവസം മാങ്കൂട്ടം പാർട്ടിയുടെ മുന്നണി പോരാളിയായി തന്നെ ഉണ്ടാകും. അതിന് ഇനി മരമുറി ചാനലും CPM BJP എന്നിവർ തലകുത്തി നിന്നാലും അവർക്ക് ചില കോൺഗ്രസ് നേതാക്കൾ പിന്തുണ നൽകിയാലും ഇന്നത്തെ KPCC രാഹുൽ മാങ്കൂട്ടത്തിലിനെ പുറത്താക്കാൻ മാത്രമല്ല തയ്യാറായത്, തിരിച്ചു വരാനുള്ള വഴിയും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. MLA ആയി തന്നെ തുടർന്ന് നിഷ്കളങ്കമായി തിരിച്ചു വന്നാൽ രാഹുൽ മാങ്കൂട്ടത്തെ തടുക്കാൻ ഇന്നത്തെ CPM-നാകില്ല. അതുകൊണ്ട് തന്നെ പാർട്ടിക്കുള്ളിൽ നിന്ന് പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്നതിന് പകരം എതിരാളികളുടെ ആയുധത്തിന് മൂർച്ച കുറക്കുകയാണ് KPCC ചെയ്തിരിക്കുന്നത്. എങ്കിലും
വാങ്ങിക്കൂട്ടിയ മർദ്ദനങ്ങളും തൊണ്ട പൊട്ടിച്ച ആവേശ പ്രസംഗങ്ങളും ഒന്നും KPCC മറന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം.